بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ അൽഫത്തൈ മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും തുടർന്ന് വരാറുള്ള ഖുർആൻ ക്ലാസ്, വ്യാഴാഴ്ചകളിലും തുടർന്ന് വരാറുള്ള ക്ലാസ് ഇന്ന് നമ്മൾ പുനരാരംഭിച്ചത്. നമുക്കറിയാം, വ്യാഴാഴ്ച വൈകുന്നേരങ്ങൾ, വ്യാഴാഴ്ച ഇശാ നമസ്കാര ശേഷം നമ്മൾ പലരും സ്ഥിരമായി ഇതിൽ ക്ലാസ് ഇരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിലേക്ക് അവസരം ലഭിക്കുമ്പോൾ വന്നിരുന്നു പോകുന്ന ആളുകളുമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കലാം കേൾക്കുക, അത് പാരായണം ചെയ്യുക, അത് വിശദീകരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അമലാണ്. ഈ ദുനിയാവിൽ നമ്മൾ എന്തും വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ദുനിയാവിൽ പലതും ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കുന്നു, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നു ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ. പക്ഷേ ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ഒരായത്ത് പഠിക്കലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അത് നബി പറഞ്ഞു കൊടുത്തത് വളരെ രസകരമായ ഒരു ഉദാഹരണത്തിലൂടെയാണ്. ഒന്നിനും വകയില്ലാത്ത സ്വഹാബികൾ മദീനയിലെ അഹ്ലുസുഫ, മദീനത്തെ പള്ളിയുടെ വരാന്തയിൽ കടന്നുറങ്ങിയിരുന്ന 50ഓളം വരുന്ന സ്വഹാബികളുടെ ചരിത്രം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അഹ്ലുസുഫ അല്ലെങ്കിൽ അസ്ഹാബു സുഫ എന്നൊക്കെ അവർക്ക് അറിയപ്പെടാറുണ്ട്. വളരെ ദരിദ്രരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ ഒരാളായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അവർക്കൊന്നിനും വകയില്ല. അവരെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി ചോദിക്കണത്, നല്ല മുന്തിയ ഇനം ഒട്ടകങ്ങൾ, 2 ഒട്ടകം, കൗമാവയിൻ, റസൂലുള്ളാഹി ഉപയോഗിച്ച വാക്കതാണ്. ഈ പൂഞ്ഞ വലുതായ ഒട്ടകത്തിനാണ് കൗമത്ത് എന്ന് പറയാം. കൗമാവയിൻ 2 ഒട്ടകം, എന്താണ് പൂഞ്ഞ വലുതായ ഉയർന്നു നിൽക്കുന്ന ഒട്ടകം ആർക്കാണ് വെറുതെ വേണ്ടതെന്ന് ചോദിച്ചു റസൂലുള്ളാഹി. 1 ദിർഹം മുടക്കണ്ട, വെറുതെ വാങ്ങിക്കൊണ്ടുവരാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, കാരണം ഇത് വെറുതെ കിട്ടല്ലേ. പോരാത്തിന് കൗമാവൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിയ തരം ഒട്ടകമാണ്. അന്ന് അറബികളുടെ ഏറ്റവും വലിയ അസറ്റായിട്ട്, ഏറ്റവും വില കൂടിയ ഒരു വാഹനമായിട്ട് അവർ കണ്ടിരുന്നത് ഈ ഒട്ടകത്തിനെയാണ്. കാരണം ഒട്ടകക്കട്ടിൽ കെട്ടാനൊക്കെ നല്ല സുഖമാണ്. ഇതിങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ നല്ല സഞ്ചാരം അതിനുണ്ടാവും ചെയ്യും. റസൂലുള്ളാഹിനോട് അവർ പറയാം, റസൂലെ ഞങ്ങൾ റെഡി, ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന. റസൂലുള്ളാഹി പറയുന്നു, അവിടെ ചന്തയിൽ, അവിടെ അന്നത്തെ മദീനയിൽ അറിയപ്പെട്ട ചന്ത അൽ അഖീഖ് എന്നാണ്, വാദി അഖീഖ്. അതിനോട് ചേർന്നിട്ടൊരു വാദിയുണ്ട്, ഇന്നുണ്ട് ആ സ്ഥലം, അഖീഖ് എന്ന് പറയുന്ന സ്ഥലം മദീനയിൽ. അവിടെ നിന്ന് കാലിച്ചന്ത ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് 2 എണ്ണം വെറുതെ വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കൊണ്ടുവരാം. ഒരാളോട് വില പേശണ്ട, തർക്കിക്കണ്ട, കടം പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കച്ചറാവണ്ട, വെറുതെ വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി. അപ്പോൾ നബി എന്തപ്പോൾ ഇതിങ്ങനെ പറയണത്? ഒരു ഒട്ടകം വാങ്ങിക്കൊണ്ടിരുന്ന കഥ പറയണത്. ദുനിയാവ് ഒരിക്കലും പൈസ കൊടുത്ത് വാങ്ങിക്കണതിനെ വല്ലാതെ റസൂലുള്ളാഹി എന്തിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി അതൊരു ഉദാഹരണം പറയാം. അതിലും ഏറ്റവും ശ്രേഷ്ഠകരമായി പടച്ച റബ്ബിൻ്റെ അടുത്ത് വലിയ ഒരു അസറ്റായി ഒരു വലിയ ഒരു ഒട്ടകം വാങ്ങി വെക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ഒരു അമലാണ് അള്ളാഹുവിൻ്റെ കലാമിലെ ഒരായത്ത് പഠിക്കുക എന്ന് പറയുന്നത്. ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം ഒരായത്താണ്, യാസീൻ ഒരായത്താണ്. ഇന്ന് 50ഓളം ആയത്തുകൾ സൂറത്ത് യാസീനിൽ വ്യാഴാഴ്ച ഇശാ നമസ്കാര ശേഷം ഈ പള്ളിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചു പോയി, വിശദീകരിച്ചു പോയി. ഞാൻ പറഞ്ഞു വന്നത്, അതിൽ വളരെ കുറച്ചാളുകൾ അതിൻ്റെ ഭാഗമാക്കാവും, ചില ആളുകൾ ചിലപ്പോൾ നാട്ടിലാവും, ചില ആളുകൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസൗകര്യങ്ങൾ. എന്നാലും ഇതിനെ പൂർണ്ണമായി 50 ആയത്ത് കേട്ട ആൾക്കാർ ഈ കൂട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. 50 ചുവന്ന ഒട്ടകം, പൂഞ്ഞ വലുതായ അന്നത്തെ മുന്തിയ ഒട്ടകം കരസ്ഥമാക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയത് ഒരായത്ത് പഠിക്കലാണ്. ഇന്നിപ്പോൾ എത്ര വലിയ കോടിക്കണക്കിന് ആളുകൾ വാഹനം വാങ്ങുന്നു, കോടിക്കണക്കിന് പൈസ മുടക്കിയിട്ട്. എത്ര അധ്വാനം ഉണ്ട് അതിൻ്റെ പിന്നിലൊക്കെ. അള്ളാൻ്റെ അടുത്ത് അതിലും ശ്രേഷ്ഠമാണ് ഒരാൾ ഒരായത്ത് പഠിക്കുന്നത് എന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പഠനത്തിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഹദീസുകൾ വേറെയും ധാരാളമുണ്ട്. ഒരാൾക്ക് ഒരുപാട് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ, ഐഹിക ജീവിതത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, പരലോക ജീവിതത്തിൽ ലഭിക്കുന്ന സുഖങ്ങൾ ഒക്കെ റസൂലുള്ള വാചാലനാണ് ഹദീസുകളിൽ. അതൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ചു നോക്കുക. ഖുർആൻ പഠനത്തിലേക്ക് കൂടുതൽ ആവേശഭരിതരായി കടന്നു വരാൻ ശ്രമങ്ങൾ ഉണ്ടാവുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അലിഫും ബാവും താവും ഒക്കെ പഠിപ്പിച്ച് തന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കിയ, ഇന്ന് നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ അവരെ സ്മരിക്കാറുണ്ട്. അള്ളാഹു അവർക്ക് നന്മകൾ കൊടുക്കട്ടെ, റഹ്മത്ത് ചൊരിയട്ടെ, മഗ്ഫിറത്തും ചെയ്യുമാറാവട്ടെ. നമ്മൾ ഓതിപ്പോകുന്ന ആയത്ത് 51-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് സൂറത്ത് യാസീനിൽ ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഒരു 3 ആയത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുഫിഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ. قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ 3 ആയത്തുകൾ നമ്മളിൽ പലർക്കും ചിലപ്പോൾ മനപ്പാടാവും. സൂറത്ത് യാസീനിലെ പല ആയത്തുകളും പല ആവർത്തി കേട്ടവരുമാണല്ലോ നമ്മൾ. ഇതിനു മുന്നേ നമ്മൾ എത്തിയ 50 ആയത്തുകളാണ്. അതിലുള്ള പരാമർശം ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടിട്ടാണ് അവസാനം അള്ളാഹു പറഞ്ഞു വെച്ചത്. പെട്ടെന്നാണ് സംഭവിക്കുക ഖിയാമത്ത് എന്ന ഒരു അന്ത്യനാളിൻ്റെ നടപടിക്രമങ്ങൾ വളരെ പെടുന്നനെ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹ് പറഞ്ഞത്. ഒരാൾക്കൊരു വസിയത്ത് പറയാൻ പോലും ചെയ്യൂല, സമയം കിട്ടൂല. ഖിയാമത്ത് നാൾ നിലവിൽ വരുന്ന നിമിഷം ഒരാൾക്കൊരു വസിയത്ത് പറയാൻ നാവുകൊണ്ട് പറയാനുള്ള താമസമേ ഉള്ളൂ. പക്ഷെ അതിന് പോലും സമയമില്ല. അത് ദ്രുതഗതിയിൽ ഉടനെ സംഭവിക്കുന്ന ഒന്നാണ് കാഹളത്തിൽ ഊതപ്പെടുന്നതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഖിയാമത്തും എന്നാണ്. അപ്പോൾ അതിനെ തുടർച്ചയാക്കിയിട്ടാണ് റബ്ബ് പറയുന്നത് വനുഫിഖ ഫിസ്സൂർ. ഈ ഖിയാമത്ത് സംഭവിക്കൽ എങ്ങനെയാണ്? വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും. നഫഹ എന്ന വാക്കിൻ്റെ മജ്ഹൂലാണ് നുഫിഖ. ഖുർആനിൽ പലപ്പോഴും അത് മജ്ഹൂലായിട്ടാണ് പറഞ്ഞത്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ ആരാ ഊതാന്ന് പേര് പറഞ്ഞിട്ടില്ല. കാഹളത്തിൽ ഊതപ്പെടുക. സൂർ എന്ന വാക്കിൻ്റെ അർത്ഥം കാഹളം എന്നാണ്. കാഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു ഭാഗം ഇങ്ങനെ കൂർത്തിട്ട് അതിൻ്റെ മറ്റൊരു ഭാഗം വളരെ വിശാലമായിട്ടും ഇവിടുന്ന് ശബ്ദത്തിൽ ഊതിയാൽ എന്ത് ചെയ്യും? അത്യുച്ചത്തിൽ മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് കേൾക്കും. പഴയ പള്ളി മിനാരങ്ങളിൽ കെട്ടിത്തൂക്കിയിരുന്ന സ്പീക്കറൊക്കെ പോലെ. പക്ഷേ അതൊന്നുമല്ല, ഒരിക്കലും ദുനിയാവിൻ്റെ സംഗതിയുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, താരതമ്യം ചെയ്യാൻ ഇതിനെ സാധിക്കൂല. കാരണം ഇതാരും നമ്മളാരും കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂല് സൂർ എന്ന വാക്കിനെയാണ് പരിചയപ്പെടുത്തിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂർ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, ഘോരമായ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്ന ഒരു കാഹളം. ആ ഒരു കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ ഊതുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം കാഹളത്തിൽ ഊതുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. ആരാ ഇസ്രാഫീൽ? അഹദു മലായികത്തി ഹമലത്തിൽ അർഷ് എന്നാണ് റസൂലുള്ളാഹി വിശദീകരിച്ചത്. അർഷ് വഹിക്കുന്ന മലക്കുകളിൽ ഒരാൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി പരിചയപ്പെടുത്തി. അർഷ് എന്നത് അള്ളാഹു പടച്ച സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഘനമേറിയതാണ് അർഷ്, അള്ളാഹുവിൻ്റെ സിംഹാസനം അല്ലേ. വസിയ കുർസി, ആ അർഷിൻ്റെ താഴെ കാല് വെക്കുന്ന സ്ഥലമാണ് എന്ത്? കുർസി എന്ന് പറയണം. അതന്നെ വസിയ കുർസിയു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെക്കാൾ പ്രവിശാലമാണ് ആ കാല് വെക്കുന്ന കുർസി എന്നാണ്. ഏത്? അർഷിൻ്റെ ചുവട്ടിൽ ഉള്ള സാധനം. അപ്പോൾ അർഷ് അതിലും ഭീകരമാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. അസ്ഖലു ഷൈഇൻ ഫീ ഖൽഖില്ലാ, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും ഭാരമേറിയത് ഏതാണ്? അള്ളാഹുവിൻ്റെ അർഷാണ് എന്നാണ്. അപ്പോൾ അള്ളാഹു അക്ബർ അല്ലേ, അള്ളാഹു അതിലും വലുതാണ് അള്ളാഹു സുബ്ഹാനഹു. അപ്പോൾ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ, അള്ളാഹുവിൻ്റെ കഴിവിനെ അർഷ് എന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിൻ്റെ മനസ്സിൽ വരണം, എന്ത് പ്രയാസം വന്നാലും ഞാൻ വിളിക്കൽ ആരാൻ? അള്ളാഹ് എൻ്റെ റബ്ബ്. റബ്ബി ലാ ഉശ്രികു ബിഹി അഹദ, എൻ്റെ റബ്ബിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കൂല. പ്രയാസം വരുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതാ കാരണം ആരാൻ? അള്ളാഹൻ. നമ്മളെ നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും നിരീക്ഷിക്കുന്നതും നമുക്ക് സർവ്വം നൽകുന്നതും ആരാൻ? അള്ളാഹുവാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ തിരിച്ചറിയണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അർശിനെ വഹിക്കുന്ന മലക്കുകൾ എത്ര? അള്ളാഹിൻ്റെ അർശ് വഹിക്കുന്ന മലക്കുകളെ എണ്ണം എത്ര? സമാനിയ. ഒരായത്തിൽ അള്ളാഹ് പറഞ്ഞു വയഹ്മിലു അർശ റബ്ബിക ഫൗകഹും യൗമഇദിൻ സമാനിയ. സൂറത്ത് ഹാഖയിൽ അള്ളാഹു വിശദീകരിച്ചൊരു വാക്കാണ്.
ആ 8 മലക്കുകളാണ് അള്ളാഹുവിൻ്റെ അർശ് വഹിക്കുന്നത്. അതിലൊരാളാണ് ആര്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഇസ്രാഫീൽ എന്ന വാക്ക് എന്ന പേരിന് എന്ത് ചെയ്തിട്ടില്ല? കാഹളത്തിൽ ഊതപ്പെടുന്ന ഇടങ്ങളിൽ അള്ളാഹു പരാമർശിച്ചു. അത് എന്തുകൊണ്ടാണ്? ഭാഷാപരമായി പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. കാരണം നുഫിഹ എന്നാണല്ലോ, നഫഹ പറഞ്ഞില്ല. വനുഫിഹ ഫിസ്സൂർ, വിശുദ്ധ ഖുർആൻ സൂറത്ത് നംലിൽ അതുപോലെ സൂറത്ത് അൻആമിൽ ഒക്കെ നുഫിഹ എന്ന പ്രയോഗമാണ് അള്ളാഹ് ഉപയോഗിച്ചത്. കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ, കാരണം അത് കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും, ഒരു ഭീതി വരുമെന്നാണ് അത്ര ഭാഷാപരമായിട്ട് അല്ലേ. കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ഊതുന്ന ആളെ പരാമർശിക്കാതെ, അതിന് മുബഹമ അറബിയിലൊരു പ്രയോഗമാണ്, അതിനെ അവ്യക്തമാക്കിക്കൊണ്ട്, ഊതുന്ന വ്യക്തിയെ അവ്യക്തമാക്കിക്കൊണ്ട് പറയപ്പെടുന്നത് ഒരാളുടെ ഉള്ളിൽ പേടി നിറയാനാണ്. കാരണം അന്ത്യസമയം എന്ന് പറഞ്ഞത് ചില്ലറല്ല, അതൊരു മഹാസംഭവമാണ്. അൽ ഖാരിഅ മൽ ഖാരിഅ, അൽ ഹാഖ മൽ ഹാഖ. കാരണം അന്ത്യനാളിനെ സംബന്ധിച്ച് അള്ളാഹ് പറയുമ്പോൾ മുഴുവൻ അതിൻ്റെ ഭീകരതയാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ആ ഭീകരത പറയാനാണ് നുഫിഹ എന്ന് ഉപയോഗിച്ചത് എന്നർത്ഥം. നുഫിഹ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എന്താ ഊതിയാൽ ഉണ്ടാവുക അവസ്ഥ? ഫഇദാഹും മിനൽ അജ്ദാസ്, അതാ ഫഇദാഹും, അപ്പോൾ അതാ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മനുഷ്യരെയാണ്. ഇവിടെ അവർ എന്ന് ഉദ്ദേശിച്ച് ഏത് മനുഷ്യരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ മുമ്പിൽ വന്ന് പറയാണ്, മരിച്ചു കഴിഞ്ഞാൽ ജീവിതമല്ല, മരിച്ചു കഴിഞ്ഞാൽ ജീവിതമല്ല, ഞങ്ങൾ ജീവിക്കേ, മരിച്ച് മണ്ണോടണിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ പുനർജീവിക്കുക, അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ മരണാനന്തര ജീവിതത്തെ നിഷേധിച്ച ആളുകൾ, അവരെ പറ്റി പറയാം, അതാ കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ അവരതാ ഫൈദാഹും ജമീഉൻ അല്ല ഫൈദാഹും മിനൽ അജ്ദാസ്, അവരവരുടെ അജ്ദാസുകൾ, ജദസ് അജ്ദാസ്, എന്താ അജ്ദാസ്? കുഴിമാടങ്ങൾ, കുബൂർ എന്നാണ് അർത്ഥം. അജ്ദാസ് ബിമഅന കുബൂർ. പക്ഷെ അതൊരു മൊത്തത്തിൽ ആൾക്കാരെ സംബന്ധിച്ചാണ് അവിടെ അജ്ദാസ് എന്ന് ഉപയോഗിച്ചത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഖബർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ബർസഖ് എല്ലാവർക്കും ഉണ്ട്. ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 അടി മണ്ണ് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ചില ആൾക്കാരുണ്ടാണ് കത്തി കരിഞ്ഞിട്ട് ഒന്നും പോലും ബാക്കി ഉണ്ടാവില്ല, ഒരു തരി ബാക്കി ഉണ്ടാവില്ല. ചില ആളുകൾ എന്ത് ചെയ്യും, കടലിൽ അതല്ലെങ്കിൽ സമുദ്രങ്ങളിലൊക്കെ മുങ്ങി മരിക്കും, മത്സ്യത്തിൻ്റെ വയറ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ബാക്കി ഒന്നും ഉണ്ടാവില്ല. അവർക്ക് ഖബറുണ്ടാവും, പക്ഷെ അവർക്ക് ബർസഖ് ഉണ്ട്. ആ ബർസഖ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. കാരണം ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടയിൽ മറയിട്ട ഒരു കാലയളവ് എല്ലാവർക്കും മരണാനന്തര ജീവിതത്തിൽ ആദ്യത്തെ കവാടമായി അനുഭവിക്കാനുണ്ട്. പക്ഷെ ഖബർ എന്ന ഒരു രീതി അല്ലെങ്കിൽ ലഹദ് എന്നൊരു രീതി ഭൂരിഭാഗം ആളുകൾക്കുണ്ട് അല്ലേ. ഭൂരിഭാഗം ആൾക്കാരും മണ്ണിലായിരിക്കും. എന്നാൽ ചില ആളുകൾ എന്താവും, ചിലപ്പോൾ മണ്ണിലാവണം എന്നില്ല എന്നുമുണ്ട്. പക്ഷേ ഇവിടെ അള്ളാഹു മൊത്തത്തിൽ ആളുകളെ സംഭവിക്കുന്നതിനെ പറ്റി പറയാം. അധികം ആളുകളും എവിടെയാണ്? ഖുബൂറുകളിലാണ്, അവരുടെ ഖബർ കുഴിമാടങ്ങളിലാണ്. അജ്ദാസ് എന്നത് ഉപയോഗിക്കാനുള്ള വാക്ക് അതുകൊണ്ടാണ്. അജ്ദാസ്, അവരവരുടെ കുഴിമാടങ്ങളിലാണ്. ആ കുഴിമാടങ്ങളിൽ നിന്ന് അവർ എങ്ങനെ വരെ? ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിലേക്ക് അവർ വരും. യൻസിലൂൻ. ഇത് യൻസിലൂൻ ഒരു പുതിയൊരു വാക്കല്ല, ഈ സൂറത്തിൽ ഉപയോഗിച്ച ഒരു വാക്ക്. ശരിക്കും കടന്നു വരികയെന്ന് ധൃതിയിൽ വരുന്നതിനാ പറയാം. യദ്ഹബൂന ബിസുർഅ അല്ലെങ്കിൽ യഖ്ദിമൂന ബിസുർഅ, അതിവേഗതയിൽ ധൃതി പിടിച്ചിട്ട് ഓടി വരും. എവിടുന്ന വരുന്നത്? നമ്മളെ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന്. എപ്പോഴാ? ഊത്ത് ഉണ്ടാവുമ്പോൾ. നുഫിഖ ഫിസൂർ, കാഹളത്തിലെ ഊത്തിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശമാണ് ഈ ആയത്ത്. എത്ര ഊത്തുകൾ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് ഊതുന്നത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമെന്ന്. എത്ര തവണ ഊതുമെന്നാണ് പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ 2 അഭിപ്രായങ്ങൾ കാണാം. ഒന്ന് 3 ഊത്തുണ്ട് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. 3 തവണ ഇസ്രാഫീലിൻ്റെ ഊത്തുണ്ടെന്ന്. ചില പണ്ഡിതന്മാർ 2 തവണയാണ് ഊത്ത്. നുഫിഖ നഫ്ഖത്തൈൻ വനഫ്ഖത്തുൻ ഉഖ്റ, വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഒരു ഊത്തൂതും പിന്നെ ഒരു ഊത്തൂതും. അവിടെ 2 പറഞ്ഞത്. എന്നാൽ ചില പണ്ഡിതന്മാർ 3 ഊത്തുണ്ട്. ആദ്യത്തെ ഊത്തിൽ ആളുകൾ മുഴുവൻ ഭയചകിതരാകും. ഫസഇൻ്റെ ഊത്ത് എന്നാണ് അതിന് പറയാം. നഫ്ഖത്തു ഫസഇൻ, ഫസഇ എന്ന് പറഞ്ഞാൽ പേടി. നമ്മൾ മയ്യത്തിനെ മറമാടുമ്പോൾ പറയില്ല, അല്ലാഹു മാമിൻഹു മിൻകുല്ലി ഫസഅ, അല്ലാഹു എല്ലാ പേടിയിൽ നിന്ന് ആ മയ്യത്തിന് നിർഭയത്വം കൊടുക്കണം നമ്മൾ പറയില്ലേ. പണ്ഡിതന്മാർ പറയുന്നു, ഒന്ന് നഫ്ഖത്തു ഫസഅൻ, അഥവാ ഇസ്രാഫീലിൻ്റെ ആദ്യത്തെ ഊത്ത് പേടി. ആ ഊത്തിൽ തന്നെ ആളെന്താവും? ആളുകൾ പേടിച്ച് ഭയചകിതരായി ഓടിമറിയുമെന്ന്, ചിന്നിച്ചിതറുമെന്നാണ്. എന്നിട്ട് പിന്നെ 2ാമത്തെ ഊത്ത് നഫ്ഖത്തു സൊഅഖിൻ, സൊഅഖ് എന്ന് പറഞ്ഞാൽ ബോധം കെട്ടുവിടുക, അതിൽ മൗത്ത്, മരിക്കുക. 2ാമത്തെ ഊത്തോടുകൂടി എന്ത് ചെയ്യും? ആളുകൾ മുഴുവൻ അവരുടെ ബോധം മറക്കാൻ, ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ബോധം കെട്ടുവിടുക. ഏതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രകാശം കണ്ടപ്പോഴേക്കും, അള്ളാഹുവിലെ ഒരു പ്രകാശത്തിൻ്റെ തരി കണ്ടപ്പോഴേക്കും ഫസഇക
മൂസ ബോധം കെട്ടുപോണു എന്ന് പറഞ്ഞു. ചില പ്രകാശങ്ങളും ചില ശബ്ദ തരംഗങ്ങളും ഉൾക്കൊള്ളാൻ മനുഷ്യൻ എന്തല്ല, പ്രാപ്തനല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില ശബ്ദങ്ങൾ കേൾക്കുന്നതോടെ അവൻ എന്ത് ചെയ്യും, രക്തം കണ്ടിട്ട് ബോധം കെട്ട് വീണ ആൾക്കാർ നമ്മൾ കാണലുണ്ട്. രക്തം കണ്ടിട്ട് ബോധം കെട്ട് വീണ ആൾക്കാർ. അപ്പോൾ ചില ആളുകൾക്ക് അത് താങ്ങൂല. അപ്പോൾ റബ്ബ് പറയാണ് ഊത്ത് പല രീതിയിലാണ്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഫഇദാ ജാഅത്തി സോഹ, അല്ലേ, ഒരു സോഹത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ റബ്ബ് ഉപയോഗിച്ച വാക്കുകൾ കാണാം. രണ്ടാമത്തെ ഊത്ത് എന്ന് പറഞ്ഞത് ഇതാണ്, അഥവാ ആളുകൾ പെട്ടെന്ന് മരിച്ചു വീഴും നിന്ന നിൽപ്പിൽ തന്നെ. അവിടെ ഒരു വസിയത്ത് പറയാൻ സാധിക്കൂല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. പിന്നെ മൂന്നാമത്തെ ഊത്ത് എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഊത്ത്. അതിന് നഫ്ഹത്തു ബഅസിൻ എന്നാ പറയാം. പക്ഷേ 3 ഊത്ത് എന്നാണ് ഭൂരിഭാഗം ചില പണ്ഡിതന്മാർ പറഞ്ഞതെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ 2 ഊത്തേ ഉള്ളൂ എന്നാണ്. അത് മുഫസ്സിറുകൾ എല്ലാ തഫ്സീറുകളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി 2 തരം ഊത്ത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫസേൻ്റെ ഊത്ത് ഇല്ല എന്നല്ല, ആദ്യത്തെ ഊത്തിൽ തന്നെ എല്ലാവരും ഭയചകിതരുമാകും. ആ ആദ്യത്തെ ഊത്തിൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യും, മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഫസും സോക്കും ഒന്നാമത്തെ ഊത്തിൽ നടക്കും. ഇവിടെ പറഞ്ഞത് ഏതാണ്? രണ്ടാമത്തെ ഊത്തിനെ സംബന്ധിച്ചാണ്, അല്ലേ? ഇവിടെ ആദ്യത്തെ ഊത്തിനെ പറഞ്ഞോ. അപ്പോൾ വൈദാ നുഫിഖ ഫിസ്സൂർ എന്നീ ആയത്തിൽ പറഞ്ഞത് ഏത് ഊത്താണ്? രണ്ടാമത്തെ ഇസ്രാഫീലിൻ്റെ ഊത്തിനെ സംബന്ധിച്ചാണ്. ആ ഊത്തിൽ എന്താകുന്നു? അജിദാസുകളിൽ നിന്ന് അവർ അവരുടെ രക്ഷിതാവിലേക്ക് കുതിച്ച് ചെല്ലുമെന്നാണ് യൻസിലൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം. കുതിച്ച് ചെല്ലുക, അതൊരു വല്ലാത്ത ഓട്ടേക്കാരൻ, അല്ലേ? ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല എന്നല്ല പറഞ്ഞ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ, അല്ലേ? ഈ ഉയർച്ചെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ബഅസ് അല്ലെങ്കിൽ അന്നുഷൂർ പല രീതിയിൽ അള്ളാഹു എടുത്ത് പറഞ്ഞ കാര്യമാണ്. ഇത് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വലിയൊരു കൗതുകം തോന്നണമെന്നില്ല. കാരണം നമ്മളിത് കാലങ്ങളായി വിശ്വസിച്ച് പോരാ. നിങ്ങൾ ആലോചിക്കുക, ഇത് വിശ്വസിക്കാത്ത ആൾക്കാർ, അത് നടക്കൂല എന്ന് പറഞ്ഞ ആളുകൾ ആ സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭീകരത എന്തായിരിക്കും? നിഷേധിച്ച് കളഞ്ഞവരാൻ. മരണാനന്തരം ജീവിതമില്ല, പക്ഷേ മരണമുഖങ്ങളിൽ അവർ പലതിനെയും എന്ത് ചെയ്യും, അനുഭവിച്ചറിയുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളാണ്. ഇവിടെ റബ്ബ് പറയുന്നു അവരവരുടെ അജിദാസുകളിൽ നിന്ന് റബ്ബിലേക്ക് ദ്രുതഗതിയിലോടും. ആദ്യം ഈ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കൽ ആർക്കാണ്? അത് റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ കാണാം. ആദ്യം ഇപ്പോൾ ഇസ്രാഫീലിൻ്റെ രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നല്ലേ, ആദ്യം മുളക്കലാരാൻ? അല്ലാണ്ട് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ അത് ചില സമയത്ത് പറയാറുണ്ട്, അന സയ്യിദു ആദം, അല്ലേ? അന സയ്യിദു ബനി ആദം, ആദമിൻ്റെ മക്കളിലെ നേതാവാണ് ഞാൻ എന്ന് റസൂലൊക്കെ പറഞ്ഞു. സയ്യിദു എന്ന് പറയേണ്ട റസൂലിനെ വിശദീകരിച്ചു നേതാവാണ് എന്ന് പറയാൻ കാരണം അന ഇമാമുഹും വ ഖത്തീബും, അമ്പിയാക്കളുടെ നേതാവാണ്, അമ്പിയാക്കൾക്ക് ഇമാമാണ്, അമ്പിയാക്കൾക്ക് ഞാൻ ഖത്തീബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ ഇസ്റാ മിഅ്റാജ് യാത്രൻ്റെ സമയത്ത് നടന്ന സംഭവങ്ങൾ വിശദീകരിക്കണത് കാണാം. അവ്വലു മൻ യുൻഷഖുൽ ഖബർ, ഖബറിനെ അങ്ങോട്ട് പിളർത്തിയിട്ട് ആദ്യം പുറത്തു വരുന്നവൻ ഞാനാണ്. ആദ്യം പുറത്തു വരുന്നത് ആരാൻ? ഞാനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ അവിടെ ആലോചിക്കുക, ഇസ്രാഫീലിൻ്റെ ഊത്തിനെ സംബന്ധിച്ച് റബ്ബ് പറയുമ്പോൾ ഇവിടെ ഈ ആയത്ത് ഓതുമ്പോൾ നബിൻ്റെ മെൻറ്റാലിറ്റി എന്താക്കാരം? മിനൽ അജ്ദാസി സിറാഅൻ അല്ല, മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലും. വേറെ സൂറത്തുൽ മആരിജിൽ കാണാം, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ. സൂറത്ത് മആരിജിൽ അല്ലാഹ് പറഞ്ഞു, ഒരൊറ്റ കേന്ദ്ര ബിന്ദുവിലേക്കായി ജനങ്ങൾ മുഴുവൻ ഓടിമറയുന്ന അതിഭീകരമായ ദിവസം എന്നാണ്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്, അവരവരുടെ കുടിമാടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽറ്റ് വരെ, അല്ല മരിച്ച് മണ്ണായി അലിഞ്ഞ് ചേർന്നതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചീര പൊട്ടിമുളക്കുന്നത് പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ചീര പൊട്ടിമുളക്കുക, ചീര അല്ല വിത്ത് ഇങ്ങനെ വിതറിയാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ തിങ്ങിയാണ് എന്ത് ചെയ്യുക? അത് തെഴുത്ത് വരിക, അല്ലെ അത് തളിർത്ത് വരിക. മനുഷ്യന്മാർ അതേപോലെയാണല്ലോ, അവരവരുടെ കുടിമാടങ്ങളിൽ നിന്ന് ചീര മുളക്കുന്നത് പോലെ മുളക്കുന്ന. ആദ്യം മുളക്കലാരാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് വിശദീകരിച്ച സമയത്ത് അതിൻ്റെ പശ്ചാത്തലമുണ്ട്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഞാൻ ആ ആയത്തിൻ്റെ വിശദീകരണം, കാരണം ഈ ഒരു ആയത്ത് സൂറിലെ കാഹളത്തിലെ ഊത്തുമായി ബന്ധപ്പെട്ട ആയത്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയുടെ കാലത്ത് 2 ആൾക്കാർ തമ്മിൽ അടിപിടി കൂടി. തശാബ റജുലാൻ, 2 ആൾ, അതിൽ ഒന്ന് യഹൂദിയുൻ വസാനി മുസ്ലിമുൻ, രണ്ടാമത്തെ ആൾ മുസ്ലിമാണ്. ഒരു ജൂതനും ഒരു മുസ്ലിമുമാണ് തല്ലുകൂടിയത്. എന്തിനാണ് തല്ലുകൂടിയതെന്നറിയാം? മുസ്ലിമായ ആൾ പറഞ്ഞ് ഏറ്റവും നല്ല മനുഷ്യൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ജൂതൻ പറയാം, അല്ല, ആരാണ്? അത് മൂസയാണെന്ന്. അപ്പോൾ മറ്റാൾക്ക് ദേഷ്യം പിടിച്ചു. ഫല തമഹു
ആ മുസ്ലിമായ മനുഷ്യൻ ജൂതൻ്റെ മുഖത്തടിച്ചു, ഫി വജിഹി, അവൻ്റെ മുഖത്തടിച്ചു എന്നാൻ പരാജയം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. നബിനോട് പറഞ്ഞു, ഇന്ന വിഷയം ഉണ്ടായി, തർക്കമുണ്ടായി, അവൻ എന്നെ അടിച്ചു എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുസ്ലിമിനെയും വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ തുഖയ്യിറൂനി മിൻ മൂസ, നിങ്ങൾ മൂസനേക്കാളും വലിയ ഖൈറുള്ളവനായി എന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പറയണ്ട, എന്നെ നിങ്ങൾ പറയണ്ട. അല്ലെ, ഓരോ അമ്പിയാക്കൾക്കും ഓരോ നബിക്കും നബിയുടേതായ ഫضലുകൾ. നമുക്കറിയാം സയ്യിദുൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അമ്പിയാക്കൾക്ക് ഇമാമായതും ഖതീബായതും ഫഖർ പറയാറുണ്ട്. പക്ഷേ ഇന്ന നബിയേക്കാളും ഖൈറാണ്, ഇന്ന നബിയേക്കാളും ഖൈറാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, എന്നെക്കുറിച്ച് എങ്ങനെ പറയാൻ. നബിൻ്റെ വിനയവും നബിയുടെ എളിമയുമാണ് അവിടെ. ലാ തുഖയ്യിർ, നിങ്ങൾ എന്നെ ഖൈറായിട്ട് പ്രതിഷ്ഠിക്കണ്ട, ആരേക്കാളും, മൂസയേക്കാളും. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂൽ അവിടെ വിശദീകരിക്കാൻ, ഞാൻ ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നവൻ ഞാനാണ്, ഖബറിൽ നിന്ന് ആദ്യമായി പുറത്തേക്ക് വരുന്നവൻ ഞാനാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് ഇങ്ങനെ നമ്മളെ ഇലാ റബ്ബിഹിം എന്ന് പറഞ്ഞില്ലേ, റബ്ബിലേക്കുള്ള പോവെല്ലാവരും, ഞാൻ അള്ളാഹുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ മൂസയെ കാണുന്നു, മൂസ അർശിൽ കൈ പിടിച്ചുകൊണ്ട്, അർശിലും എന്താണ് ചാരി നിന്നുകൊണ്ട് മൂസയെ ഞാൻ അവിടെ കാണുന്നു എന്നാൻ. എനിക്ക് സംശയം, മൂസയാണോ ഞാനാണോ ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടത്? ഇനി അതല്ല, മൂസക്ക് അള്ളാഹു എന്താണ് ഈ മരണമടയുക, അത് ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ള ഇതിൽ നിന്ന് മൂസയെ ഇസ്തസ്നാമിൻ ഒഴിവാക്കി കൊടുത്തതാണോ എന്നും ഞാൻ സംശയിക്കുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഹദീസിൽ കുറേ പാഠങ്ങളാണ്, നമുക്ക് സംശയമുനയിൽ നിർത്തുന്നതല്ല. ആദ്യമായി ഖബറിൽ നിന്ന് പുറത്തു വരുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുമ്പോൾ ആ നബിയെ അനുഗമിച്ചു പോവാൻ ഭാഗ്യം ലഭിക്കുന്നവരാരാണ്? ആ നബിയെ പിന്തുടരുന്നവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ജീവിതത്തിൽ പാലിക്കുന്നവരാണ്. അല്ലാത്തവരെന്താണ്, ഭയചകിതരാണ്, ആരെയും നോക്കാൻ പറ്റാത്ത രൂപത്തിൽ എന്താണ് നഗ്നരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ സംഭവങ്ങൾ ഈ ഒരു ആയത്ത് ഓതി പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിലൂടെ മിന്നിമറയട്ടെ. വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ അവരുടെ റബ്ബിലേക്ക് എന്ത് ചെയ്യുന്നു, ധൃതിവേഗതയിൽ അവർ എന്ത് ചെയ്യുന്നു, കുതിച്ചു ചെല്ലുന്നു. അതാണ് യൻസിലൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്ത ആയത്തും കൂടി, ഖാലു, അപ്പോൾ അവർ പറയും, ഈ പുറത്തേക്ക് വന്ന ആൾക്കാർ പറയും, ഖാലു പറഞ്ഞാൽ ആരാണ്, അധികം ഉദ്ദേശം ആരാണ്? മക്കയിലെ മുശ്രിക്കീങ്ങളാണ്, ഇതില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവർ പറഞ്ഞു എന്ന് പറഞ്ഞത്, യാ വൈലന മംബഅസന മിൻ മർഖദിന, യാ വൈലന, യാ വൈലന, ഞങ്ങളുടെ ഞങ്ങളുടെ നാശമേ. വൈൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നാശം എന്നാണ്. വൈലത്ത് എന്നൊക്കെ ഉപയോഗിക്കും, യാ വൈലത്ത എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കഷ്ടമേ. വൈൽ എന്നാൽ ചില ഹദീസിൽ കാണാം, വൈൽ വാദി ഫി ജഹന്നം, നരകത്തിലൊരു താഴ്വരയാണ് എന്ന് ചില ഹദീസുകളിൽ കാണാം. നരകത്തിൻ്റെ ഒരു താഴ്വരൻ്റെ പേര് വൈലെന്നാണ്. ഏതായാലും ഇവിടെ നാശം, നഷ്ടം, ഖേദം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാൻ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ. മംബാസന, ആരാ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ബാസ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കുറേ അർത്ഥത്തിൽ ഉപയോഗിക്കാം, നിയോഗിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ. ബാസ് എന്ന് പറയും പുനരുദ്ധാരണ പ്രക്രിയക്ക് അറബിയിൽ, അല്ലേ? നുഷൂർ എന്ന് പറഞ്ഞതുപോലെ, അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുഷൂർ എന്ന് പറയും. അതേപോലെ ഈ ബഅസ് എന്നുള്ളത് പലപ്പോഴും ഖുർആനിൽ പലയിടങ്ങളിലും ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിന് ശരിക്കും എന്ത് ചെയ്യും, നമ്മൾ യഖല്ല എന്ന് പറയല്ലോ, ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതിന് പലപ്പോഴും നമ്മൾ ഇസ്തൈഖൽതു എന്ന് ഉപയോഗിക്കാം. പക്ഷേ ഇത് ആ ഉറക്കത്തിലല്ല, ഇത് കാലങ്ങളായുള്ള മരണത്തിൽ നിന്ന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് ഈ പറയണത് ബഅസന, ഞങ്ങൾ ആരാണിപ്പോൾ എണീപ്പിച്ചത്, ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഏതിൽ നിന്ന്? മിൻ മർക്കദിന. മർക്കദ് എന്ന വാക്കിൻ്റെ അർത്ഥം റഖദ എന്ന് പറഞ്ഞാൽ ഉറങ്ങിനാൻ, ഒരു സ്ഥലകാലബോധമില്ലാതെ കാലങ്ങളോളം കിടന്നുറങ്ങിനേനെ റുക്കൂദ് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ നൗമ് എന്നാ പറയാം. ചില സമയത്ത് നമ്മൾ രാത്രി ഉറങ്ങണേന് നൗമ് എന്ന് പറയാം. എന്നാൽ ചിലപ്പോൾ ഇങ്ങനെ മയങ്ങി പോവില്ലേ, സിനത്ത് എന്ന് പറയും, അല്ലേ? അതിനൊരു മയക്കം എന്ന് പറയാം, അല്ലേ? ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹ്ക്ക് പിന്നെ ആ മയക്കൂല. എന്നാൽ നമുക്കൊക്കെ എന്ത് ചെയ്യും, ഒന്നിങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങൂലേ, അല്ലേ? മയക്കം വരും. പക്ഷെ റുക്കൂദ്, സിന, നൗമ് ഇതൊക്കെ വ്യത്യാസമുണ്ടെന്ന് അർത്ഥം. ഇവിടെ റുക്കൂദ് എന്നുള്ളത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞു, വഹും റുക്കൂദ്. എത്ര കൊല്ലം കടന്നു? 300 ചില്ലാൻ വർഷം അവർ കടന്നു, അല്ലേ? കടന്ന കൊല്ലത്തിൻ്റെ വിഷയത്തിൽ തർക്കിച്ചിരുന്നു ചില ആളുകൾ. പക്ഷേ അള്ളാഹു അഅലമു ബിമാ ലബിസു, അല്ലേ? അവർ കഴിഞ്ഞതിനെ പറ്റി അള്ളാഹുവാണ് കൂടുതൽ അറിയുക. പക്ഷെ എന്നാലും പറഞ്ഞു സലാസു മിഅത്തിൻ വസ്ദാദു തിസ്അ, അല്ലേ? 309 വർഷം അവരെന്ത് ചെയ്തു, അവരവിടെ കിടന്നുറങ്ങി. അവിടെ റുക്കൂദ് എന്നാണ് ഉപയോഗിച്ചു, അവിടെ നൗമ് എന്നല്ല. സുദീർഘമായ കാലഘട്ടം
അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ ഈ സൂർ എന്ന കാഹളത്തിൽ ആദ്യത്തെ ഊത്തിൽ എല്ലാവരും എന്ത് ചെയ്യുന്നു? മരണമടയുന്നു. രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ബൈനഹുമാ അർബഊന സന. ഇവിടെ ഹദീസിൽ കാണാം 40 വർഷത്തിൻ്റെ വിദൂരത ഈ രണ്ട് ഊത്തുകൾക്കിടയിലുമുണ്ട് എന്നാണ്. രണ്ട് ഊത്തുകൾക്കിടയിൽ എത്ര? 40 വർഷത്തിൻ്റെ വിദൂരം. ആ 40 വർഷം എന്നുള്ളത് ദുനിയാവിൽ നമ്മൾ എണ്ണുന്നതാണോ എന്നുള്ളത് പണ്ഡിതന്മാർക്ക് സംശയം. കാരണം എന്താ? അന്ത്യനാളിലെ ഒരു ദിവസത്തെ സംബന്ധിച്ച് വിശദീകരിച്ചത് എന്താ? 50 അൽഫ സന. അല്ലേ, മറ്റേ ആയത്തിൽ അല്ലാഹ് പറഞ്ഞത് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട് അവിടുത്തെ ഒരു നാൾ എന്ന് വിശദീകരിച്ചു. അപ്പോൾ ഈ 40 എന്നുള്ളത് എന്താ? അള്ളാഹു അല്ല, അതൊരു കണക്ക്. ആ കണക്ക് എന്താണെന്നുള്ളത് അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എന്താവും? ഏതായാലും ദൈർഘ്യമുണ്ട് എന്നർത്ഥം. ആ ദൈർഘ്യത്തെ സൂചിപ്പിച്ചതാണ് ഇവിടുത്തെ റുക്കൂദ് എന്ന വാക്കും. ആ റുക്കൂദ് എന്ന് പറഞ്ഞാൽ സുദീർഘമായ ഉറക്കമാണെങ്കിലും മർക്കദ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന ഇടം എന്നാണ്. ഉറങ്ങുന്ന ഇടം മർക്കദ്, റക്കദ് ചെയ്ത ഇടം. അതവിടെ ഖബർ ഇവിടെ ഉപയോഗിച്ച വാക്കതാണ്. മർക്കദ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയവൻ ആരാണ്? ആരപ്പം ഞങ്ങളെ വിളിച്ചത്? അതൊരു സങ്കടത്തിൻ്റെ വാക്കാണ്. അങ്ങനെയാണ്ട് ഉറങ്ങിയിരുന്നെങ്കിൽ എത്ര നല്ലതാ. ഉയർത്തെഴുന്നേൽപ്പില്ലാതെ കാലങ്ങളോളം ഖബറിലിങ്ങനെ കിടക്കണ സുഖമല്ലേ? കാരണം എന്താ? ഇനി വരാനുള്ളത് നരകമാണ്. ആർക്ക്? ഈ സത്യനിഷേധികൾക്ക്. അതുകൊണ്ട് അവരവിടെ പറയുന്ന സങ്കടത്തിൻ്റെ ഞങ്ങളുടെ നാശമേ ഞങ്ങൾക്കിപ്പോൾ നാശമാണ്. ആരപ്പം ഞങ്ങൾ ഈ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചത്? ഇവിടെ അങ്ങനെ ഒരു അറേബ്യൻ കവി പറഞ്ഞൊരു വാക്കുണ്ട്, വലൗ അന്ന ഇദാ മിത്ന തുരിക്ന ലക്കാനൽ മൗതു റാഹത്തൻ ലികുല്ലി ഷൈഇൻ. നമ്മൾ മരിച്ചിട്ട് നമ്മൾ അള്ളാഹ് വെറുതെ ഇങ്ങനെ വിടുകയാണെങ്കിൽ, ഒരു വിചാരണയും ഒന്നുമില്ല, മരിച്ചു കഴിഞ്ഞിട്ട് അള്ളാഹ് ഇങ്ങനെ വിടുകയാണെങ്കിൽ മൗത്ത് ഭയങ്കര റാഹത്താവുമായിരുന്നു. പക്ഷേ വലാകിൻ ഇദാ മിത്ന ബുഇസ്ന വതുസ്അലു അൻ കുല്ലി ഷൈഇൻ. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. എന്നിട്ട് ഓരോന്നിനെ പറ്റിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുആലിന് ജവാബ് നൽകണം. അല്ലെ, ചോദ്യം ചെയ്യപ്പെടുന്നു, ഹിസാബുണ്ട് എന്നാണ്. ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇവരെ സത്യനിഷേധികളുടെ ഒരു സങ്കടമാണ്. ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ നല്ല സുഖ കരങ്ങളോളം ഇങ്ങനെ ഉറങ്ങിപ്പോവായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ ഉണർത്തി. ആരാ ഉണർത്തിയതെന്ന് അവരെന്ത് ചെയ്യുന്നു? വിരൽ പിടിക്കുന്ന അവരുടെ പ്രയാസാണ്. ഹാദാമ. അപ്പോൾ അവർക്ക് കിട്ടുന്ന മറുപടിയാണ് അടുത്ത വാക്ക്, ഹാദാമ വഅദർ റഹ്മാൻ. ആരാ മറുപടി പറയാ? ഇവരെ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ വിളിച്ച് പറയുകയാണെങ്കിൽ അതിന് മറുപടി ആര് പറയും? അല്ലെ, ഈ ദിവസത്തെ പ്രതീക്ഷിച്ച വിശ്വാസികൾ അവർക്ക് മറുപടി പറയും, ഹാദാമ വഅദർ റഹ്മാൻ. ഇത് റഹ്മാനിൻ്റെ വഅദാൻ. പരമകാരുണികൻ വാക്ക് പറഞ്ഞതാ. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടൊരു ജീവിതമുണ്ട് അല്ലേ? എല്ലാം അള്ളാഹിൻ്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ വെറുതെ എത്ര ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കിയ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയി. അവർക്ക് വിചാരണ വേണ്ടേ? അല്ലേ? ഇവിടെ സുഖലോലുപതയിൽ കഴിഞ്ഞ് പലവരെയും കൊന്നൊടുക്കിയ ആളുകളുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അവിടെയാണ് ആഖിറത്ത് എന്ന് പറയുന്ന വിചാരണയുടെ ദിവസത്തിൻ്റെ നീതി നടപ്പാക്കപ്പെടുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിയത്. നേരെ മറിച്ച് ഉറങ്ങിക്കഴിഞ്ഞെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു. അപ്പോൾ മലക്കുകൾ ഇവർക്ക് മറുപടിയാണ്, വിശ്വാസികൾ പറയുന്ന ഇത് ഹാദാമ വഅദർ റഹ്മാൻ. ഇത് അർ റഹ്മാനിൻ്റെ വഅദ. അവിടെ ഒരു വാക്ക് അള്ളാഹിൻ്റെ പേര് ഉപയോഗിച്ചത് ഏതാണ്? അർ റഹ്മാനാണ്. ഹാദാമ വഅദ അള്ളാഹ് എന്ന് പറഞ്ഞില്ലല്ലോ. അള്ളാഹ് വഅദ. എന്തുകൊണ്ടാണ് അവിടെ റഹ്മാൻ ഉപയോഗിച്ചത്? ഈ ആയത്തിൽ നമ്മൾ കുറേ ഓതിപ്പോയ ആയത്തല്ലത്. എന്തുകൊണ്ടാണ് വഅദർ റഹ്മാൻ? നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഈ ആയത്തിൽ എന്തുകൊണ്ട് വഅദർ റഹ്മാൻ പറഞ്ഞു? പരലോകത്ത് അള്ളാഹിൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയും. ദുനിയാവിൽ കാണുന്നതിനേക്കാളും ഭൂമിയിൽ കാണുന്നതിനേക്കാളും അള്ളാഹിൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയെന്നറിയാം? മരണാനന്തര ജീവിതത്തിലാണ്. അത് വിശ്വാസികൾക്ക് നല്ലോണം കാണാൻ കഴിയും. കാരണം റസൂൽ ദരിക്ക പറഞ്ഞു, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 100% ഫിൽ അർള് വലഅഹ ഫിൽ അർള്. ഭൂമിയിൽ വെച്ചു. 100% ഭൂമിയിലാണ്, ബാക്കി 99 അവിടെ അത് ആഖിറത്തിലാണ്. അതുകൊണ്ടാണ് അവിടെ വിശ്വാസി അവൻ്റെ ഈമാൻ, അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പിൻപറ്റിയതിൻ്റെ നബിയോടുള്ള സ്നേഹം, ഇതെല്ലാം അവൻക്ക് റബ്ബിൻ്റെ റഹ്മത്തായി അവിടെ അനുഭവിക്കുക. മരിച്ചു കഴിഞ്ഞാൽ അനുഭവിക്കുക. മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിയവനത് കാണാം. അതുകൊണ്ട് റബ്ബിൻ്റെ വാക്ക് പേരെടുത്ത് പറഞ്ഞത് അവിടെ അർ റഹ്മാൻ എന്നാണ്. ആദാമ വഅദർ റഹ്മാൻ. ഇത് പരമകാരുണികൻ്റെ വാക്കാണ്. അള്ളാഹു ആ റഹ്മത്ത് അനുഭവിക്കാനുള്ള തൗഫീക്ക് ചെയ്യുമാറാവട്ടെ അല്ലേ? ആലോചിക്കുക, ആ റഹ്മത്തില്ലെങ്കിൽ എന്താ? മരിച്ചു കഴിഞ്ഞ ജീവിതത്തിൽ റഹ്മത്തില്ലെങ്കിൽ എന്താ? ഭയങ്കര ഭീകരമായ അവസ്ഥയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ഇതിന് തലക്കും മീതെ കത്തിജ്വലിക്കുന്ന സൂര്യനെ സംബന്ധിച്ച് റസൂലുള്ള പരാമർശിച്ചു. വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നു, നെഞ്ചറ്റം വരെ, കഴുത്തറ്റം വരെ. ചില ആൾക്കാർ മുഴുവൻ വിയർപ്പിൽ മൂടിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ? സ്വന്തം മാതാവിനെ തിരിഞ്ഞു നോക്കൂല, മാതാവ് മക്കളെയും തിരിഞ്ഞു നോക്കൂല, ഭാര്യയെ തിരിഞ്ഞു നോക്കൂല, ഭാര്യ ഭർത്താവിനെയും തിരിഞ്ഞു നോക്കൂല, ആരും വേണ്ട, മക്കളെയും വേണ്ട.
യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. എല്ലാവരും സെൽഫിഷ് ആവുന്ന നഫ്സി 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 എന്ന് പറയുന്ന ഭീകരമായ ദിവസത്തിൽ റബ്ബിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചും കാത്തു നിൽക്കും ആര്? വിശ്വാസി. ആ റഹ്മത്ത് കിട്ടട്ടെ. അയ്യായത്ത് ഓതുമ്പോൾ അത് മനസ്സിലേക്ക് വരണം. ആദാമ വഅദർ റഹ്മാൻ. അതുകൊണ്ടാണ് അവിടെ അർ റഹ്മാൻ എന്ന വാക്കിൻ്റെ അള്ളാഹുവിൻ്റെ ഇസ്മിനെ വിശദീകരിച്ചത്. ബിസ്മില്ലാഹില്ലദി ലാ യദുർ മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ ഇസ്മ് സംരക്ഷണമാണ് എല്ലാ ദുർറിൽ നിന്നും. ബിസ്മിൻ ചൊല്ലിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു ബർക്കത്തുണ്ട് എന്ന് പറയുന്നത് പോലെ ആഖിറത്തിലും അവൻക്ക് സുഖവും സുരക്ഷിതവുമാണ് അള്ളാഹുവിൻ്റെ നാമം സമ്മാനിക്കുന്നത്. അതാണ് അർ റഹ്മാൻ. വസദഖൽ മുർസലൂൻ. ഇത് മുർസലീങ്ങൾ പറഞ്ഞ സത്യമാണ്. വസദഖ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലേ, എത്ര നബിമാർ വന്ന് പറഞ്ഞെന്നതാ മരിച്ചു കഴിഞ്ഞാൽ ജീവിതം. നമുക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? നമുക്കിപ്പോൾ അല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളയും അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ ജീവിതമുണ്ട്. ആ സത്യത്തെ തിരിച്ചറിയുമാർ എല്ലാ മനുഷ്യന്മാരും. അടുത്ത ആയത്ത്, അതായത് ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അല്ലെ, എല്ലാവരെയും അള്ളാഹു അവൻ്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടുന്ന നിമിഷങ്ങളിൽ അവർ പറയുന്ന മറുപടികളാണ് ഇനി പറഞ്ഞു പോകുന്ന ആയത്തുകൾ. അള്ളാഹു ഈ രണ്ടായത്തുകളെ സവിസ്തരം മനസ്സിലാക്കാനും നമ്മുടെ ഗൈബിലുള്ള ഈമാൻ, അല്ലേ, അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, ഇതൊക്കെ മറഞ്ഞതാണ്, ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നതാണ്. അതിലുള്ള ഈമാൻ അള്ളാഹു ശക്തമാക്കി തരുമാറാവട്ടെ. ആ ഈമാനിനെ അനുസൃതമായ ജീവിതം അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. ആ രൂപത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാൻ അള്ളാഹു തൗഫീഖ് ഏകുമാറാവട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലെ, പല കർമ്മങ്ങൾ ചെയ്തപ്പോഴും നിയ്യത്തുകൾക്ക് അപാകതകൾ വന്നിട്ടുണ്ടാകും. അള്ളാഹു വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പല നന്മകൾ ചെയ്യാൻ നിയ്യത്ത് വെച്ച് കാത്തിരുന്നവരുണ്ട്. അള്ളാഹു നിയ്യത്തിന് പ്രതിഫലം നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ സ്വീകരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഏറ്റവും നല്ല സൗഭാഗ്യരിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഖുർആൻ ഞങ്ങളുടെ ഹൃദയ വസന്തമാക്കി തരണേ. ഖുർആനിലൂടെ ഞങ്ങളുടെ ഈമാനിനെയും ഞങ്ങളുടെ സ്വഭാവത്തെയും ഞങ്ങളുടെ സംസ്കാരത്തെയും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നന്നാക്കി തരണേ. അള്ളാഹു ഞങ്ങളുടെ ദീനിനെ റബ്ബെ നീ ഞങ്ങൾക്ക് ശരിപ്പെടുത്തി തരണേ. കാരണം എല്ലാറ്റിൻ്റെയും കടിഞ്ഞ ഞങ്ങളുടെ ദീനാണ്. അള്ളാഹു ഞങ്ങൾക്ക് ദുനിയാവ് ശരിയാക്കി തരണേ. കാരണം ഞങ്ങളുടെ ഈ മഈശത്ത് ഈ ദുനിയാവിലാണ്. അള്ളാഹു ഞങ്ങളുടെ ആഖിറത്ത് റബ്ബെ നീ എളുപ്പമാക്കി തരണേ, നന്നാക്കി തരണേ. കാരണം ഞങ്ങളുടെ മടക്കം ആ നാടുകളിലേക്കാണ്. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തെ നന്മ നിർഭരമാക്കി തരണേ. അള്ളാഹു ഞങ്ങളുടെ മരണത്തെ എല്ലാ ഷർറുകളിൽ നിന്നും റാഹത്താക്കി തരണമേ റബ്ബെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീന യാ റബ്ബൽ ആലമീൻ. اللهم ارحمهم كما ربونا صغارا يا ارحم الراحمين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه وسلم. جزاكم الله خيرا. السلام عليكم ورحمة الله.